നമസ്കാരം. പത്തനംമാറ്റ സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ജലജയും നാഗേന്ദ്രനും തമ്മിലുള്ള പോരങ്ങ് മുറുകയാണ് കേട്ടോ. നാഗേന്ദ്രന് ജലജയോടുള്ള ആ വൈരാഗ്യം മനസ്സിലുണ്ട്. പക്ഷെ അതിൻ്റെ 100 ഇരട്ടി വൈരാഗ്യം ജലജയ്ക്ക് നാഗേന്ദ്രനോടും ഉണ്ട്. നാഗേന്ദ്രനെ എങ്ങനെയെങ്കിലുമൊക്കെ ഒഴിവാക്കിയാൽ മതിയെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് നേരത്തെ തന്നെ ജലജ അങ്ങ് നൈസായിട്ട് നാഗേന്ദ്രനെ തള്ളി പറഞ്ഞത്. എന്നാൽ ഇപ്പം ഇനി അടുത്ത ട്വിസ്റ്റ് വരെയാണ് കേട്ടോ. നാഗേന്ദ്രൻ തിരിച്ചെത്തുകയും മുത്തശ്ശനും ആദർശവും ഒക്കെ അനന്തപുരിയിലേക്ക് നാഗേന്ദ്രനെ സ്വീകരിക്കുകയൊക്കെ ചെയ്യുമ്പം ജലജ പഴയ കാമുകനിലേക്ക് തന്നെ പോവാണ്. അതായത് അവന്തികയുടെ അച്ഛൻ. അയാൾ തിരികെ എത്തുകയാണ്. അയാൾ ജലജയും കൂടി നാഗേന്ദ്രനെ ഒഴിവാക്കാൻ നന്നായിട്ട് നോക്കുന്നുണ്ട്. നാഗേന്ദ്രനെ ഉപദ്രവിക്കാനും ശ്രമിക്കുന്നുണ്ട്. അതിൽ നിന്നൊക്കെ നമ്മുടെ ആദർശ് രക്ഷിച്ചു എടുക്കുന്നുണ്ട്. ആ ഒരു വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അങ്ങനെ ജലജയ്ക്ക് ഒരു ദിവസം ഒരു കോള് വരികയാണ് കേട്ടോ. അപ്പോൾ ജലജ ആകെപ്പാടെ ഞെട്ടിപ്പോവുക. എന്താ ഇത്? ഒരു പരിചയമില്ലാത്ത നമ്പറിൽ നിന്ന് ഒരു കോള്. ജലജ അത് എടുക്കുമ്പം അയാൾ ചോദിക്കുക, എന്നെ മനസ്സിലായോ? എൻ്റെ ശബ്ദം കേട്ടിട്ട് നിനക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടോ? അപ്പോൾ ജലജ അന്താളിച്ച് പോവുക. ജലജ എവിടെയോ കേട്ട് പരിചയമുള്ളൊരു ശബ്ദം, പക്ഷെ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ജലജ എടുത്ത വായിക്ക് ചോദിക്കുക, ആരാ ഇത്? ആരാ വിളിക്കുന്നതെന്നാണ് ചോദിച്ചത്. എന്താ വിളിച്ചിട്ട് ആരാ എന്താണെന്നൊന്നും പറയാതെ ശബ്ദം കേട്ടിട്ട് തിരിച്ചറിയാൻ ഞാനിവിടെ എന്താ പറയുക, കവടിയും നിർത്തിക്കൊണ്ടിരിക്കുകയാണോ? അപ്പോൾ അങ്ങേ തലക്കെന്ന് അയാൾ പറയുക, അതെ, ഈ ശബ്ദം നീ മറക്കാനൊന്നും ഇടയില്ല എന്ന് പറയുക. അപ്പോൾ വീണ്ടും ജലജ ആലോചിക്കുക, മറക്കാനിടയില്ലേ? ആരാന്ന് വെച്ചാൽ തെളിച്ച് പറ, എനിക്കിപ്പോൾ ഇത്തിരി ഓർമ്മയൊക്കെ കുറവാണ്, അതുകൊണ്ടേ പറയുന്നുണ്ടെങ്കിൽ പറ, ഇല്ലെങ്കിൽ ഫോൺ വെച്ചിട്ട് പോ എന്ന് പറയാണ്. അപ്പോഴേക്കും ഉടനെ പറയുന്നുണ്ട് അയാൾ, അത് നിനക്ക് എന്നെ മനസ്സിലായോ? ഞാൻ ജോഷി. അപ്പോഴേക്കും ഉടനെ തന്നെ ജലജ ചോദിക്കുക, ജോഷിയോ? ഒന്ന് ഞെട്ടുകയാണ് ജലജ. പിന്നെ കുറച്ച് സമയത്തേക്ക് ജലജയ്ക്കൊന്നും സംസാരിക്കാൻ പറ്റുന്നില്ല കേട്ടോ. ജലജ പൂർവ്വകാലത്തേക്കൊക്കെ ഒന്ന് പോയി വരിക. അപ്പോഴേക്കും അങ്ങേ തലയ്ക്കെന്ന് അയാൾ പറയുന്നുണ്ട്, അതെ, ഞാൻ ജോഷി. നിനക്ക് എന്നെ മറക്കാനൊന്നും വഴിയില്ല. നമ്മൾ രണ്ടുപേരും ഒരുപാട് നാൾ ഒരാഗ്രഹത്തിൻ്റെ പുറകെ നടന്നവരല്ലേ. അങ്ങനെയുള്ളപ്പം നീ ഇത്ര പെട്ടെന്ന് എന്നെ മറന്നു പോകാൻ വഴിയില്ല അല്ലേ ജലജെ എന്ന് ചോദിക്കാം. അപ്പം ജലജ പറയുന്നുണ്ട്, ശരി, എനിക്ക് ഓർമ്മയുണ്ട്. അല്ല, നിങ്ങളിപ്പോൾ എവിടുന്നാ? ഇത്രയും നാൾ നിങ്ങൾ എവിടെയായിരുന്നു? കുറേ നാളുകളായിട്ട് ഒരു വിവരം ഉണ്ടായിരുന്നില്ലല്ലോ. ഒന്ന് വിളിക്കുക പോലും ചെയ്തിട്ട് വർഷങ്ങളായില്ലേ. ഇപ്പോൾ എന്തിനാണ് നിങ്ങൾ വിളിച്ചത്? നിങ്ങൾ എവിടെയാണെന്ന് എന്നൊക്കെ പരിഭ്രമിച്ചുകൊണ്ട് ജലജ പറയുമ്പോൾ അയാൾ പറയണം, ഇപ്പം ഞാൻ നിന്നെ വിളിച്ചതിന് പ്രധാന കാരണങ്ങളുണ്ട്. നിന്റെ പിണങ്ങിപ്പോയ ഭർത്താവ് നാഗേന്ദ്രൻ തിരിച്ചെത്തിയല്ലോ. അനന്തപുരിക്കാരോടും മൂർത്തീസ് ജ്വല്ലറിയോടുള്ള പക വീട്ടാൻ വേണ്ടി അയാൾ ഓരോന്നൊക്കെ കരുതിക്കൂട്ടി ചെയ്തല്ലോ. അതുപോലെ തന്നെ ഇപ്പോൾ അനന്തപുരിക്കാർ, അതായത് ആദർശും നാഗേന്ദ്രനും എല്ലാവരും സ്നേഹത്തിലാണ്. തിരികെ അനന്തപുരിയിലേക്ക് തന്നെ അയാൾ വരാനും നിന്റെ ഭർത്താവായിട്ട് അവിടെ അവരോധിക്കാനും ഒക്കെ ഉള്ള സാധ്യതയുണ്ടെന്ന് പറയാം. അപ്പോൾ ജലജ പറയുന്നുണ്ട്, ഒരിക്കലുമില്ല, ഞാനതിനൊന്നും സമ്മതിക്കില്ല. അയാളെ ഞാൻ എൻ്റെ ഭർത്താവായിട്ട് പോലും കാണില്ല, ഒരിക്കലുമില്ല. അതുകൊണ്ടാണല്ലോ അന്ന് തന്നെ അയാളെ ഞാൻ പുറത്താക്കിയത്. ഇതുവരെ അയാളുടെ പക്ഷം ചേർന്ന് ഞാൻ നിന്നിട്ടില്ല. അപ്പോഴേക്കും ജോഷി പറയണം, അതൊക്കെ ശരി തന്നെയാണ്, പക്ഷേ നിന്റെ മക്കളെ അയാൾ എടുക്കും. അയാളുടെ കൂടെ നിന്റെ മക്കൾ പോവും. നീ ചെയ്ത കഥകളെല്ലാം അനന്തപുരിയിൽ വിളംബരം ചെയ്യുമ്പം എല്ലാവരും നിന്നെ വെറുക്കും. നിന്റെ മക്കൾ അവരുടെ അച്ഛനെ തേടി നാഗേന്ദ്രൻ്റെ കൂടെ തന്നെ പോകും, അവന്തികയും എന്ന് പറയാണ്. അപ്പോൾ ജലജയ്ക്ക് ഉള്ളിലൊരു കാളൽ വരിക. ജലജ ചോദിക്കുക, അവന്തികയോ? അതെ, അവന്തിക ആരുടെ മോളാണെന്ന് നിനക്കും എനിക്കും അറിയാം. അത് നാഗേന്ദ്രൻ്റെ അല്ലെന്നുള്ള വിവരം അയാൾക്ക് സംശയമുണ്ട്. എന്നാലും സ്വന്തം മകളാണ് അവന്തിക എന്നാണ് നാഗേന്ദ്രൻ ഇപ്പോഴും പറയുന്നത്. അഭി പിന്നെ അയാളുടേതാണല്ലോ. 2 മക്കളെയും നിനക്ക് നഷ്ടമാകും. അല്ല, അഭി അയാളുടെ കൂടെ പോയാലും എനിക്ക് ഒരു തരി പോലും പരിഭ്രമമില്ല, ഒരു വിഷമവും ഇല്ല. പക്ഷേ എൻ്റെ മോൾ അവന്തിക, അവൾ ഒരിക്കലും നാഗേന്ദ്രൻ്റെ മോളായിട്ട് പോകാൻ പാടില്ല. എൻ്റെ മോൾ തന്നെയാണ് അവൾ, അത് അവൾ അറിയണം എന്ന് പറയുമ്പോൾ ജലജ പറയാം, ദേവിയത് നിങ്ങൾ ഇനി ഒരു പ്രശ്നം ഉണ്ടാക്കരുത്. ഇത്രയും കാലം ഇല്ലാതിരുന്ന സ്നേഹമായിട്ട് ഇനി തിരികെ വരരുത്. ഞാൻ ഒരിക്കലും നാഗേന്ദ്രൻ്റെ കൂടെ പോയില്ല. അയാളെ ഇനി ഭർത്താവായിട്ട് കാണുകയില്ല. മാത്രമല്ല, എൻ്റെ മക്കളെ നാഗേന്ദ്രൻ്റെ ഒപ്പം വിടില്ല. എന്തൊക്കെ സഹിക്കേണ്ടി വന്നാലും നാഗേന്ദ്രൻ്റെ മക്കളായിട്ട് എൻ്റെ മക്കൾ പോവില്ല. അതോർത്ത് നിങ്ങൾ പേടിക്കേണ്ടെന്ന് പറയാം. അപ്പം ജോഷി പറയാം, അതോർത്ത് പേടിക്കേണ്ടെന്ന് പറയാൻ നീ ആരാ? ഞാൻ പല പ്രാവശ്യവും ഈ സത്യം എല്ലാവരുടെയും മുമ്പിൽ വിളിച്ചു പറയാമെന്ന് പറഞ്ഞതാ. അപ്പോഴൊക്കെ തടഞ്ഞ ജലജ നീയല്ലേ? നീ അന്ന് എൻ്റെ സ്വത്തും പണവും കണ്ട് മാത്രമാണ് എന്നോട് അടുത്തത് അല്ലേ? അല്ല, അങ്ങനെയായിരിക്കുമല്ലോ. നീ നാഗേന്ദ്രനെ തള്ളി പറഞ്ഞവളല്ലേ എനിക്ക് വേണ്ടിയിട്ട്. അപ്പോഴേക്കും ജലജ പറയാം, ഇപ്പോഴും ഇങ്ങനെ പറയരുത്.
ഇത്രയും നാളും നിങ്ങളെ അടുപ്പിക്കാതിരുന്നത് എൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടായിരുന്നു. അങ്ങനെ ഒരു കഥ ചരിത്രം എനിക്കുണ്ടെന്ന് അനന്തപുരിയിലുള്ളവരറിഞ്ഞാൽ, പ്രത്യേകിച്ച് അച്ഛൻ അറിഞ്ഞാൽ, ആ നിമിഷം എന്നെ ഇവിടെ നിന്ന് അടിച്ച് പുറത്താക്കും. പിന്നെ ഇവിടെ ജീവിക്കാനോ എൻ്റെ മക്കളെ വളർത്താനോ എനിക്ക് പറ്റില്ല. മാത്രമല്ല, നിങ്ങൾ പറഞ്ഞ പോലെ അവന്തികയും മാത്രമായിട്ട് എനിക്ക് നിങ്ങളുടെ കൂടെ വരാൻ പറ്റില്ല. അബി, അവനെ എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ല. അവൻ എൻ്റെ പ്രിയപ്പെട്ട മകൻ തന്നെയാണ്. അപ്പോൾ അയാൾ പറയാം, അതൊക്കെ ശരി, സമ്മതിച്ചു. ഇത്രയും വർഷം ഞാൻ നിൻ്റെ കൺമുന്നിൽ വന്നില്ല. അത് എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു. എൻ്റെ മോൾ അവിടെ സുഖമായിട്ട് അനന്തപുരിയിൽ ജീവിക്കുന്നു, അയർലൻഡിൽ പഠിക്കുന്നു. അങ്ങനെ അവളുടെ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ നടക്കുന്നു. പിന്നെ നിൻ്റെ ജീവിതത്തിൽ ഒരു കരടായിട്ട് വരണ്ടാന്ന് ഞാൻ കരുതി. പക്ഷേ ഇപ്പോൾ അങ്ങനല്ല. നാഗേന്ദ്രൻ തിരികെ എത്തിയാൽ അവന്തികയും അബിയും അവൻ്റെ കൂടെ അങ്ങ് പോകും. അവന്തിക പോകാൻ ഞാൻ സമ്മതിക്കില്ല. എൻ്റെ മോളെന്നും എൻ്റെ മാത്രമായിരിക്കണം. എല്ലാ സത്യങ്ങളും എല്ലാവരും അറിയണം. നീ ഒരു വലിയ ചതി തന്നെയല്ലേ നാഗേന്ദ്രനോടും ചെയ്തത്? ജലജ കാല് പിടിക്കുക. ഒരിക്കലും നിങ്ങൾ ഇങ്ങോട്ട് വരരുത്. ഒരു കാരണവശാലും അനന്തപുരിയിലേക്ക് വരരുത്. വന്നാൽ അതോടെ എൻ്റെ ഇവിടുത്തെ ജീവിതം തീർന്നു. എല്ലാവരും കൂടി എന്നെ ആട്ടി പുറത്താക്കും. അപ്പോൾ അയാൾ പറയാം, എനിക്ക് നിൻ്റെ ജീവിതവും ഒന്നും നിലനിൽപ്പും ഒന്നും എനിക്ക് പ്രശ്നമല്ല. പക്ഷേ ഞാനൊരു ദിവസം എത്തും. ഞാൻ കേരളത്തിലെത്തിയിട്ടുണ്ട് എന്ന് പറയുകയാണ്. എന്നിട്ട് ഫോൺ അങ്ങ് കട്ട് ചെയ്യുക. ജലജയാണെങ്കിൽ തിരിച്ച് വിളിക്കുന്നുണ്ട് അയാളെ. പക്ഷേ അയാൾ ഫോൺ എടുക്കുന്നേയില്ല. ജലജയ്ക്ക് ആകെപ്പാടെ വെപ്രാളമായി. ദൈവമേ, പഴയ കാര്യങ്ങൾ, വർഷങ്ങൾക്ക് മുമ്പ്, 10-22 വർഷം മുമ്പ് മറന്ന കാര്യങ്ങൾ വീണ്ടും ചെകഞ്ഞ് വരികയാണല്ലോ. ഇതെല്ലാം അവസാനിച്ചു എന്ന് വിചാരിച്ച് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പോയിട്ട് ഇപ്പം ദേ എല്ലാം കൂടി വരുന്നു. നാഗേന്ദ്രനും ജോഷിയും അവന്തിയുടെ ജന്മരഹസ്യം എല്ലാവരും അറിഞ്ഞാൽ പിന്നെ ഈ കുടുംബത്തിൽ എനിക്ക് നിലനിൽപ്പില്ല. ആരുടെയും മുഖത്ത് പോലും എനിക്ക് നോക്കാൻ പറ്റില്ല. അത് ആരും അറിയാതിരിക്കാൻ അന്ന് ഞാൻ നാഗേന്ദ്രനെ ഒഴിവാക്കിയത്. വീണ്ടും ദേ ഇപ്പോൾ അയാൾ തിരിച്ചു വരുന്നു. ഞാൻ എന്താ ചെയ്യുക? ഞാൻ എൻ്റെ മക്കളോടെന്താ പറയുക? അച്ഛനും അമ്മയും എന്നെ ഇവിടെ നാട്ടിൽ പുറത്താക്കും. ദേവയാനിയുടെയും ജാനകിയുടെയും ഒക്കെ മുമ്പിൽ ഞാൻ എങ്ങനെ തലയുയർത്തി നിൽക്കും? എന്തൊരവസ്ഥയാണ് എന്നൊക്കെ പറഞ്ഞ് ജലജ ആകപ്പാടെ വെപ്രാളത്തിൽ അതിലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുകയാണ്. അപ്പം ജലജയുടെ ഈ വെപ്രാളവും വിഷമവും ഒക്കെ നമ്മുടെ നവ്യയെ കാണുന്നുണ്ട്. നവ്യ സമയത്ത് അങ്ങോട്ട് വരുന്നതാണ്. അപ്പം നവ്യ നോക്കുമ്പോൾ ജലജ ആകെപ്പാടെ വെള്ളം കുടിക്കുന്നു, അങ്ങോട്ട് നടക്കുന്നു, ഇങ്ങോട്ട് നടക്കുന്നു. കുറേ സമയമായിട്ട് ജലജ ഇങ്ങനെ ആകെപ്പാടെ വിഷമിക്കുകയാണ്. നവ്യ അന്നേരേക്കും ജലജയുടെ അടുത്ത് ചെല്ലുക. എന്നിട്ട് ചോദിക്കുക, അല്ല അമ്മയെന്താ ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇങ്ങനെ നടക്കുന്നത്? എന്തെങ്കിലും ടെൻഷനുണ്ടോ മനസ്സിൽ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും നവ്യോട് തട്ടിക്കയറുക ജലജ. എന്നിട്ട് പറയുക, എന്തിനാടി നീ എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ കിന്നിരിക്കുന്നത്? എനിക്ക് ടെൻഷൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിനക്കിപ്പോൾ എന്താ? ഞാൻ ഇങ്ങനെയൊക്കെയാ, നീ എന്നോട് സംസാരിക്കാനേ വരണ്ട. അപ്പം നവ്യ പറയും, ഏയ് ഞാൻ സംസാരിക്കാൻ വരുന്നില്ല. അല്ല, ഇങ്ങനത്തെ ഈ നടപ്പൊക്കെ കണ്ടിട്ട് എന്തൊക്കെയോ കള്ളത്തരം മനസ്സിൽ ഒളിപ്പിച്ച മട്ടുണ്ടല്ലോ. ആ കള്ളത്തരങ്ങളെല്ലാം പുറത്താവാൻ പോകുന്ന പോലെയുള്ളൊരു തോന്നൽ. അങ്ങനെ പലതും നിനക്ക് തോന്നും. നീ എൻ്റെ അടുത്ത് നിൻ്റെ തോന്നലുകളൊന്നും ആയിട്ട് വരണ്ട. മുറിയിൽ എവിടെയെങ്കിലും പോയി അടച്ച് പൂട്ടി ഇരുന്നോണം. എന്നെ ചോദ്യം ചെയ്യാൻ വരണ്ട. ഓ, ഞാനാരെയും ചോദ്യം ചെയ്യാനൊന്നും വരുന്നില്ല. പക്ഷേ എല്ലാ സത്യങ്ങളും എല്ലാവരും അറിയുമ്പോൾ ചിലരൊക്കെ ഇവിടുന്ന് പുറത്താകുമോയെന്ന് എനിക്കൊരു സംശയമുണ്ട്. ആ കൂടെ നിങ്ങളും വരുമോയെന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. ഓഹോ, അപ്പം നിനക്ക് എന്നെ ഇവിടുന്ന് പുറത്താക്കി കാണണം. അത് കാത്തിരിക്കുക നീയല്ലേ? ആ, അങ്ങനെയും ഒക്കെ സംഭവിക്കണം. അവനവൻ ചെയ്യുന്നതിൻ്റെ ഫലം അവനവൻ തന്നെ എന്നായാലും അനുഭവിക്കും. അതിപ്പോൾ എത്ര വർഷം കഴിഞ്ഞിട്ടാണേലും നിങ്ങൾ ചെയ്തതിൻ്റെ ഫലം നിങ്ങൾ അനുഭവിക്കാതിരിക്കില്ല. അതിനിപ്പോൾ ആരെയും കൂട്ടുപിടിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് നവ്യ എരികേറ്റുക. ജലജ നാശം പിടിക്കാൻ മനുഷ്യനിവിടെ തലവേദന എടുത്ത് ഒരു രക്ഷയില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പം അവൾ വീണ്ടും കിന്നിരിച്ചുകൊണ്ട് വരിക എന്നും പറഞ്ഞ് റൂമിലേക്ക് കയറിപ്പോവാണ്. അതേസമയം നമ്മുടെ അനിയും നന്ദും കൂടെ പോയിരിക്കുകയല്ലായിരുന്നോ? അനിയും നന്ദുവും തിരിച്ചെത്താൻ താമസിക്കുമ്പോഴേക്കും വീട്ടിലുള്ളവർക്കെല്ലാം വെപ്രാളമാവുകയാണ്. എന്താ ചെയ്യുക? ഇതുവരെ അവർ എത്തിയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് കനകയും ഗോവിന്ദനും ടെൻഷൻ അടിക്കുക. ഏതായാലും അനി പോയിട്ടില്ല എന്ന് നയന പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സമാധാനം. അവൾ അവളുടെ മറ്റു കൂട്ടുകാരുടെ കൂടെയായിരിക്കും പോയത്. അവരെല്ലാവരും കൂടെ അടിച്ചു പൊളിക്കുമായിരിക്കും. ഏതായാലും ഗോവിന്ദേട്ടാ, നല്ലൊരു ആലോചനയാണ് നവീൻ്റെ നമുക്ക് വന്നിരിക്കുന്നത്. ഇതിലും നല്ലൊരു ആലോചന വരാനേ ഇല്ല. അതുകൊണ്ട് നമ്മുടെ മോള് നവീന് തന്നെ വിവാഹം കഴിച്ച് കൊടുക്കണം എന്ന് പിന്നെയും പറയുക. അങ്ങനെ ഇരിക്കുമ്പോൾ നവീനും നന്ദുവും കയറി വരിക. അപ്പോഴേക്കും ജലജ ഉടനെ തന്നെ കനക ചോദിക്കുക, ആ നവീൻ മോനെ എവിടെയായിരുന്നു നിങ്ങൾ? നന്ദുവിനെ ഓരോ നിമിഷവും കാണാതിരിക്കുമ്പോഴേക്കും എനിക്ക് സമാധാനമില്ല. അന്ന് ഇതുപോലെ പൊന്മുടിയിലെങ്ങാണ്ട് നിങ്ങളെല്ലാം ഫ്രണ്ട്സ് എല്ലാവരും കൂടി പോയ സമയത്തും ഞാൻ ഒരുപാട് വിഷമിച്ചു നിങ്ങളെ കാണാഞ്ഞിട്ട്. അപ്പോഴേക്കും നവീൻ ചോദിക്കുക, അതെന്തിനാ അമ്മേ അങ്ങനെ വിഷമിച്ചത്? അതിൻ്റെ ആവശ്യമില്ലല്ലോ നന്ദുവിൻ്റെ അമ്മേ. നന്ദു ഒരു പോലീസ് ഓഫീസറല്ലേ. നന്ദു എവിടെ പോയാലും തിരിച്ചെത്തുമെന്നൊരു വിശ്വാസമൊക്കെ ഇല്ലേ. പിന്നെ എന്തിനു പേടിക്കണം?
അപ്പം കനക പറയുക, അതൊന്നും അല്ല മോനെ, അതൊന്നും മോന് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇപ്പം മോൻ്റെ കൂടെ നന്ദുമോൻ കയറി വരുന്ന കണ്ടപ്പോഴേ എനിക്ക് ഭയങ്കര സന്തോഷമായി. എല്ലാം നല്ലതിനായിരിക്കും എന്നൊരു ചിന്ത എൻ്റെ മനസ്സിൽ വന്നു എന്ന് പറയുമ്പം നവീൻ പറയാ, അതെ, എല്ലാം നല്ലതിനാ, നല്ലത് മാത്രമേ സംഭവിക്കുള്ളൂ അമ്മേ. നമ്മളെല്ലാവരും നല്ലതല്ലേ എല്ലാവർക്കും ചെയ്യുന്നത്. അപ്പോൾ ഒരു ചീത്തയും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് പറയാം. അപ്പം നന്ദുവിനൊരു വല്ലായ്മയൊക്കെ തോന്നുന്നുണ്ട്. കാരണം നവീൻ ഇങ്ങനെ അർത്ഥം വെച്ച് കുത്തി പറയുന്ന അനിയൻ നന്ദുവിനെയും കൂടിയാണെന്ന് നന്ദുവിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ നന്ദുവിന് നല്ല ഒരു വിഷമവും ഒരു ടെൻഷനും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ കനക വിളിച്ച് കയറ്റി ഇരുത്തുക നവീനെ. എന്നിട്ട് പറയാം, നവീനെ കയറിയിരിക്കെ, എന്തായാലും നിങ്ങൾ രണ്ടുകൂടെ ഒന്നിച്ച് വന്നപ്പോൾ എൻ്റെ മനസ്സ് നിറഞ്ഞ്, ഇനി നമുക്ക് ഈ വിവാഹം അങ്ങോട്ട് നടത്തണം എന്ന് പറയാം. അപ്പോൾ അത് കേൾക്കുമ്പോൾ നന്ദുവിൻ്റെ മുഖം അങ്ങ് വല്ലാതാകുകയാണ്. അപ്പം നവീൻ പറയാം, ശരിയാ, അതിനിപ്പോൾ തടസ്സങ്ങളൊന്നുമില്ലല്ലോ, ഞാൻ വീട്ടിൽ കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചു, അമ്മയ്ക്ക് സമ്മതമായിരുന്നു, അമ്മയ്ക്ക് ഉണ്ടായിരുന്നുള്ള ഒരു ചെറിയ പ്രശ്നം അതൊക്കെ അങ്ങ് മാറി, ഇനിയിപ്പോൾ എപ്പോൾ വേണേലും എന്ത് വേണേലും ആകാം വിവാഹം എന്ന് പറയാണ്. നന്ദു അപ്പം നവീനെ ഒന്ന് സൂക്ഷിച്ച് നോക്കുന്നുണ്ട്. എന്നിട്ട് അകത്തേക്ക് കയറി പോവാം ഒരു ഇഷ്ടക്കുറവ് പോലൊക്കെ. അപ്പം നവീൻ കനകയോട് ചോദിക്കുക, അതെ ആൻറ്റി, നന്ദുവിന് എന്താ ഇപ്പോൾ ഒരു പ്രശ്നം? ഈ വിവാഹത്തിന് അവൾക്ക് താല്പര്യമില്ലേ? അല്ല, നിങ്ങളതൊന്നും ചോദിച്ചില്ലേ? അവൾക്കിനി മനസ്സിൽ വേറെ ആരെങ്കിലും ഉണ്ടോ? അപ്പോഴേക്കും കനകയൊന്ന് ഞെട്ടിപ്പോവാ. ദൈവമേ, ഇവൻ സത്യങ്ങളൊക്കെ അറിഞ്ഞോ? ഇനിയിപ്പോൾ എന്താ സംഭവിക്കാൻ പോകുന്നത്? ഇവളുടെ മനസ്സിൽ വേറെ ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ ഈ നവീൻ ചോദിക്കുന്നുണ്ടല്ലോ. ഇല്ലെന്ന് പറയാം. അപ്പോഴേക്കും കനക പറയാം, ഇല്ല, അങ്ങനൊന്നുമില്ല മോനെ, അവൾക്കിപ്പോൾ വിവാഹം വേണ്ടെന്നാ പറയുന്നത്. കുറച്ച് നാളൂടെ അവൾക്ക് കരിയറിലൊക്കെ ശ്രദ്ധിച്ച് ഇങ്ങനെ മുന്നോട്ട് പോകണമെന്ന്. അത് പറഞ്ഞാൽ പറ്റുമോ? ദേ ഇപ്പോൾ അത്രയും പ്രായമായില്ലേ. മാത്രമല്ല, നവീൻ മോൻ്റെ ഒരു ആലോചന അവൾക്ക് വരിക എന്ന് പറഞ്ഞാൽ അതിൽ നല്ലതൊന്നും ഇനി അവൾക്ക് വരാനായിട്ടില്ല. അതുകൊണ്ടേ ഇതങ്ങ് നടത്താൻ ഞങ്ങൾ തീരുമാനിച്ചു. അതവൾക്ക് പിടിച്ചില്ല, അതൊക്കെ അങ്ങ് മാറിക്കോളും. നവീൻ പറയാം, ശരിയാ, മാറിക്കോളും, എല്ലാം അങ്ങ് മാറിക്കോളും എന്ന് പറഞ്ഞ് നവീൻ അവിടെ നിന്ന് പോവാണ്. അപ്പം നവീൻ പോകാൻ ഇറങ്ങുമ്പോഴേക്കും നന്ദുവിനെ വിളിക്കുക കനക. നന്ദു, ദേ നവീൻ പോകാൻ ഇറങ്ങുന്നു, മോള് വന്നേ ഇവിടെ എന്ന് പറയുമ്പോൾ നന്ദു അങ്ങോട്ട് വരിക. നവീൻ പറയുന്നത്, നന്ദു ബായ്, ഞാൻ പോവാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നവീൻ അങ്ങ് പോവാ. നന്ദു റൂമിലേക്കും പോവാം. അപ്പോൾ കനക ഇരച്ച് പിടിച്ച് നന്ദുവിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട്, എടി എന്താടി നീ ഇത്? ഒരു നല്ലൊരു ആലോചന വന്നപ്പോൾ അത് നടത്താമെന്ന് വിചാരിച്ചിട്ട് അതിനെ തടസ്സം നിൽക്കാൻ നോക്കുവാണോ നീ? നിൻ്റെ മുഖഭാവമൊക്കെ കണ്ടിട്ട് അവനുമായിട്ടുള്ള വിവാഹം നിനക്ക് ഇഷ്ടമില്ലാന്ന് തോന്നുന്നല്ലോ. ഇപ്പോൾ രണ്ടുപേരൂടെ വന്നിറങ്ങിയിട്ട് എന്ത് ചേർച്ചയായിരുന്നെന്ന് നിനക്കറിയോ? എൻ്റെ അമ്മയൊന്നും മിണ്ടാതിരിക്കുക. എനിക്ക് ഈ വിവാഹത്തിന് താല്പര്യമില്ല എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമല്ലോ. അന്ന് ഞാൻ പൊന്മുടിയിലേക്ക് പോയത് എന്തുകൊണ്ടാണെന്നും നിങ്ങൾക്കറിയാലോ. ഫ്രണ്ട്സ് എല്ലായിട്ട് ഉല്ലസിക്കാൻ വേണ്ടി പോയതൊന്നും അല്ല, ഇവിടുന്ന് കുറച്ച് സമാധാനം കിട്ടാൻ വേണ്ടി മാറി നിന്നത് തന്നെയാണ്. ഇനിയും ഞാൻ ഇറങ്ങി എങ്ങോട്ടെങ്കിലും പോകണോ? ഏത് സമയം ഇതും പറഞ്ഞുകൊണ്ട്? പിന്നെ ഇത് പറയാതെ ഏത് സമയം ഞങ്ങൾ പിന്നെ വേറെന്ത് പറയണം? ഒരു വിധത്തിലാണ് നവീൻ്റെ അമ്മ ഇതിനൊക്കെ സമ്മതിച്ചത്. അവൻ്റെ അച്ഛൻ ദുബായിൽ നിന്ന് വരുന്ന സമയത്ത് തന്നെ എങ്ങനെയെങ്കിലും ഈ വിവാഹം നടത്തണം. അല്ലാതെ ഇനിയും വെച്ച് നീട്ടിക്കൊണ്ട് പോയി ഇതേ അനന്തപുരിയിലുള്ളവരുടെ വായിന്നൊന്നും കേൾപ്പിക്കാൻ നിൽക്കണ്ട കേട്ടോ. അപ്പം നന്ദു പറയും, ഇപ്പം അങ്ങനെയായി, അവരുടെ വായിന്ന് കേൾപ്പിക്കുന്നത് ഞാനാണോ? അമ്മ തന്നെയല്ലേ നേരത്തെയൊക്കെ അത്യാഗ്രഹം മൂത്ത് ചേച്ചിമാരെ അങ്ങോട്ട് വിവാഹം കഴിച്ചു വിടാൻ നടന്നത്. അതുകൊണ്ടല്ലേ ഇപ്പോഴും അവർ അങ്ങനെയൊക്കെ വിളിച്ച് പറയുന്നത്. അല്ലാതെ ഒരു സാധാരണക്കാരനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ മക്കളെ വിചാരിച്ചിരുന്നെങ്കിൽ ഇന്ന് അമ്മയ്ക്കിത് കേൾക്കേണ്ടി വരുമായിരുന്നോ? അപ്പം കനക പറയാം, അതെടി, ഞാൻ അങ്ങനെയൊക്കെ വിചാരിച്ചു. അന്ന് ഇവിടുത്തെ ബുദ്ധിമുട്ടും ദാരിദ്ര്യം ഓർത്തപ്പോൾ മക്കൾ നല്ല ചെറുക്കന്മാരുടെ കൂടെ പോയി സുഖമായിട്ട് ജീവിക്കുന്ന ഞാൻ വിചാരിച്ചു. അതെന്താ തെറ്റാണോ? അതുകൊണ്ട് എന്താ, അവർക്കൊന്നും ഒരു മോശം ഉണ്ടായിട്ടില്ലല്ലോ. അപ്പോഴേക്കും നന്ദു പറയാം, പിന്നെ ഒരു മോശവും ഇല്ല. നവ്യേച്ചിയുടെ കാര്യം അമ്മ ആലോചിച്ചോ? നവ്യേച്ചിക്ക് എന്ത് സമാധാനം ആ വീട്ടിലുള്ളത്? അബി എന്ന് പറയുന്ന പെരും കള്ളൻ്റെ കൂടെയല്ലേ ജീവിക്കുന്നത്. എന്തൊരു ജീവിതമാണ് നവ്യേച്ചിയുടെ, അതിനെക്കുറിച്ച് അമ്മ ആലോചിച്ചോ? അപ്പം കനക പറയാം, നവ്യയുടെ ജീവിതം അങ്ങനെ ആയിപ്പോയതിൽ അവൾക്കും ഒരു പങ്കുണ്ട്. അവളെ ആദർശിനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാനിരുന്ന അവൾ അബിയുടെ കൂടെ പോകേണ്ട കാര്യമൊന്നുമില്ലായിരുന്നല്ലോ. അവളുടെ കയ്യിലിരിപ്പിൻ്റെ ഫലം തന്നെയാണ് അവൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നന്ദു പറയാം, ശരിയാ, നയനേച്ചിയും കുറേ അനുഭവിച്ചല്ലോ. അതിനുശേഷമാണല്ലോ ഇപ്പോൾ ഒന്ന് മനസമാധാനത്തോടെ ഉറങ്ങുന്നത്. നീ ഇനിയിപ്പോൾ അതൊന്നും സംസാരിക്കാൻ നിൽക്കണ്ട കേട്ടോ. നിന്റെ കാര്യം നീ നോക്ക്. നിന്നെ ഒരു കുടുംബത്തിലേക്ക് എത്തിക്കണം. ഏതായാലും അനന്തപുരിയിലേക്ക് നീ എത്തുമെന്ന് വിചാരിക്കേണ്ട. അതിനെന്തെങ്കിലും വെള്ളം മോള് വച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങ് വാങ്ങി വെച്ചാൽ മതി കേട്ടോ എന്ന് പറഞ്ഞ് കനക അവിടുന്ന് ദേഷ്യപ്പെട്ട് അങ്ങ് പോവാം. നന്ദുവിനാകെ ടെൻഷനും ഒക്കെ ആവുന്നുണ്ട്. അങ്ങനെ അങ്ങ് നടക്കുകയാണ്. വിവാഹമൊന്നും ആയില്ല. പക്ഷെ നവീൻ മനസ്സിലിങ്ങനെ വിചാരിച്ചിട്ടുണ്ട് കേട്ടോ, ആനിയും നന്ദുവിനെയും കുറേ ഇട്ട് വട്ടം ചേർക്കണം. എന്നിട്ട് ലാസ്റ്റ് കല്യാണത്തിൻ്റെ സമയമാകുമ്പോൾ അവരൊന്നിക്കണം. അവർ രണ്ടുപേരും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, അവരുടെ മനസ്സിൽ സ്നേഹം ഉണ്ടെങ്കിൽ അവരൊന്നിച്ചിരിക്കും. അവരെ ഞാൻ ഒന്നിപ്പിക്കും. അല്ലാതെ അവരുടെ ജീവിതത്തിൽ ഒരു കല്ലുകടിയായിട്ടൊന്നും ഞാൻ നിൽക്കുകയല്ല. പക്ഷേ എന്നെ ഇട്ട് വട്ടം കറക്കിയവരെ രണ്ടുപേരും. ഇഷ്ടം ഞാൻ തുറന്ന് അനിയോട് പറഞ്ഞിട്ടും അവനത് നന്ദുവിനോടോ എന്നോടോ പറഞ്ഞില്ല. അവന് നന്ദുവിനെ ഇഷ്ടമാണെന്നുള്ള കാര്യം നന്ദുവും പറഞ്ഞില്ല, അനിയെ ഇഷ്ടമാണെന്നുള്ള കാര്യം. ഇത്രയും നല്ല ഫ്രണ്ടായിട്ട് കൂടി എന്നോട് കാര്യങ്ങളൊന്നും തുറന്നു പറയാതെ എന്നെ ഇട്ട് വട്ടം ചുറ്റി ഈ അവസ്ഥ വരെ എത്തിച്ചവരെ ഞാനും കുറേയൊക്കെ ഇട്ട് കറക്കും എന്നാ നവീനും ഇങ്ങനെ ആലോചിക്കുകയാണ്.
അങ്ങനെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോവുകയാണ്. അതേസമയം മുത്തശ്ശൻ ആദർശിനോടും നയനയോടും സംസാരിക്കുന്നുണ്ട്. മുത്തശ്ശനാണെങ്കിൽ ആദർശിനോട് പറയുന്നുണ്ട്, ആദർശേ, നമ്മുടെ കമ്പനിയിലെ കാര്യങ്ങളൊക്കെ ഇപ്പം നല്ല രീതിയിലൊക്കെ പോകുന്നുണ്ട്, ബിസിനസ്സൊക്കെ പുരോഗമിച്ച് വരുന്നുണ്ട്. ജ്വല്ലറിയുമായിട്ടുള്ള ആ തർക്കങ്ങളൊക്കെ തീർന്നപ്പോഴേ അവരുടെ ചതിയൊക്കെ അവസാനിച്ചപ്പോൾ തന്നെ എല്ലാ കാര്യങ്ങളൊക്കെ ഓക്കെ ആയിട്ടുണ്ടെന്ന് പറയാം. അപ്പോൾ ആദർശം പറയുന്നുണ്ട്, ശരിയാണ്, ജ്വല്ലറിയിലെ നാഗേന്ദ്രന് ഒരു തെറ്റ് പറ്റിയെന്നുള്ളത് സത്യമാണ്. അയാൾക്ക് ഈ പകയൊക്കെ ഉണ്ടാകാൻ കാരണമുണ്ട് മുത്തശ്ശ എന്ന് പറയാം. മുത്തശ്ശൻ ചോദിക്കുക, ശരിയാ, പകയുണ്ടാകാൻ കാരണമുണ്ട്. അവൻ നമ്മുടെ കമ്പനിയിൽ ഒരു തെറ്റ് കാണിച്ചു, അത് ഞാൻ ചൂണ്ടിക്കാണിക്കുക ഇറക്കി വിടുകയും ചെയ്തു, അത്രയല്ലേ ഉള്ളൂ. അതല്ല മുത്തശ്ശ, വേറെയും കാരണങ്ങളുണ്ട്. നാഗേന്ദ്രൻ്റെ ചരിത്രം അത് മുത്തശ്ശൻ അറിയണം. പലപ്പോഴും അയാൾ അത് മുത്തശ്ശനോട് പറയാൻ വേണ്ടിയിട്ട് തുനിഞ്ഞതാണ്. പക്ഷേ മുത്തശ്ശൻ അതൊന്നും കേൾക്കാൻ കൂട്ടാക്കിയില്ല. അതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് പറയാം. ഇനിയിപ്പോൾ എന്ത് ഞാൻ കേൾക്കാനാ? അവൻ ജലജയോടും നമ്മുടെ കുടുംബത്തോടും ചെയ്തതൊക്കെ അറിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ ആദർശ് പറയാം, അപ്പച്ചിയാണ് അച്ഛാ അയാളെ ചതിച്ചത് എന്ന് പറയുകയാണ്. അപ്പോൾ മുത്തശ്ശൻ ചോദിക്കുക, ജലജയോ? അവളുടെ കയ്യിലും ചതിയും അച്ചടിയൊക്കെ ഉണ്ടെന്നുള്ള കാര്യം എനിക്കറിയാം. പക്ഷേ ഇതിൽ അവൾക്ക് എന്തെങ്കിലും പങ്കുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ടെന്ന് പറയാം. ഉണ്ട് മുത്തശ്ശ, ഞാൻ പറയുന്നത് മുത്തശ്ശൻ കേൾക്കണം എന്ന് പറഞ്ഞ് നാഗേന്ദ്രന് സംഭവിച്ച കഥകളൊക്കെ ആദർശ് പറഞ്ഞു കൊടുക്കുകയാണ്. ജലജ നാഗേന്ദ്രനെ കൊണ്ട് ആ മാല ലോക്കറിൽ നിന്ന് കൊണ്ട് വെപ്പിച്ചതും ലോക്കറിൽ നിന്ന് നാഗേന്ദ്രൻ പോലും അറിയാതെ അതെടുത്ത് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കി വെച്ചിട്ട് മറ്റേ ഒറിജിനൽ എടുത്ത് മാറ്റിയ വിവരമൊക്കെ അവസാനമാണ് നാഗേന്ദ്രൻ അറിഞ്ഞതെന്നും അപ്പോൾ ജലജ കൂടെ നിന്നില്ലെന്നും നാഗേന്ദ്രനെ തള്ളി പറയായിരുന്നെന്നും ഒക്കെ ഉള്ള കാര്യങ്ങൾ പറയാണ്. പല പ്രാവശ്യവും കുഞ്ഞുങ്ങളെ കാണാൻ വേണ്ടി നാഗേന്ദ്രൻ വന്നിട്ട് ജലജ കാണിച്ചില്ലെന്നും അതുപോലെ മുത്തശ്ശനോട് സത്യങ്ങളെല്ലാം തുറന്നു പറയാൻ വേണ്ടി നാഗേന്ദ്രൻ എത്തിയിട്ട് മുത്തശ്ശൻ അതൊന്നും ചെവിക്കൊണ്ടില്ല, അതിൻ്റെ എല്ലാം വൈരാഗ്യമായിരുന്നെന്നും നാട് വിട്ടുപോയ നാഗേന്ദ്രൻ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ജ്വല്ലറി വളർത്തിക്കൊണ്ടുവന്നത്. അത് അനന്തപുരിക്കാരോടും മൂർത്തീസ് ജ്വല്ലറിയോടും അപ്പച്ചിയോടുമുള്ള പക വീട്ടാൻ വേണ്ടിയിട്ടായിരുന്നു എന്നുള്ള സത്യങ്ങളും ഒക്കെ പറയാം. മുത്തശ്ശൻ അപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് അന്തം വിട്ട് നിൽക്കുക. ദൈവമേ, ഇത്രയധികം കാര്യങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ടായിരുന്നു. അന്ന് ഞാൻ നാഗേന്ദ്രനെ ഒന്ന് കേട്ടിരുന്നെങ്കിൽ അവനോട് ഈ ക്രൂരത ചെയ്യില്ലായിരുന്നു. ശരിയാ, അവൻ നല്ല മനുഷ്യനായിരുന്നു. അനന്തപുരി തറവാട്ടിലും മൂർത്തീസ് ജ്വല്ലറിയിലും നല്ല രീതിയിൽ തന്നെ ജീവിച്ചവനാ. മൂർത്തീസ് ജ്വല്ലറിക്ക് വേണ്ടിയിട്ട് നന്നായിട്ട് കഷ്ടപ്പെട്ടവനാ. അവനെ ഒരു നിമിഷത്തെ തെറ്റിദ്ധാരണ കൊണ്ട് ഞാൻ പുറത്താക്കി. ഞാൻ ചെയ്തത് വലിയ തെറ്റാണല്ലോ ആദർശേ, എനിക്ക് അയാളെ ഒന്ന് പോയി കാണണമല്ലോ എന്ന് പറയാം. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അതിനെന്താ മുത്തശ്ശ, നമുക്ക് നാഗേന്ദ്രനെ എങ്ങോട്ട് ക്ഷണിക്കാം, ഒരു ദിവസം നാഗേന്ദ്രനെ നമുക്ക് ഇങ്ങോട്ട് ക്ഷണിക്കാമെന്ന് പറയാം. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, ശരിയായിക്കോട്ടെ, നമ്മൾ വേൾഡ് കപ്പിൻ്റെ ഒക്കെ ഒരു മത്സരം നടത്തിയല്ലോ, ഒരു പ്രവചന മത്സരം. അതേ വിജയികളായിട്ടുള്ളവർക്ക് സമ്മാനം കൊടുക്കുന്ന ഒരു ഫംഗ്ഷൻ നടത്തണം നമുക്ക്. അതിൽ നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാവരും പങ്കെടുക്കണം. ആ ഫംഗ്ഷൻ ഉടനെ തന്നെ നമുക്ക് അറേഞ്ച് ചെയ്യാം. അന്ന് നാഗേന്ദ്രനെ നമ്മുടെ ജ്വല്ലറിയിലേക്ക് കൊണ്ടുവരാമെന്ന് പറയാം. അങ്ങനെ ആ ഫംഗ്ഷൻ നടത്തുകയാണ്. വേൾഡ് കപ്പിൻ്റെ ആ പ്രവചന മത്സരത്തിൻ്റെ ഫലം. അങ്ങനെ ആ സമ്മാനം കൊടുക്കുന്ന ചടങ്ങിലേക്ക് എല്ലാവരും വരികയാണ്. ജലജയൊക്കെ വരുന്നുണ്ട്. ആ സമയം നാഗേന്ദ്രനും അവിടെ എത്തുകയാണ് കേട്ടോ. നാഗേന്ദ്രൻ അവിടെ എത്തുന്നുണ്ട്. നാഗേന്ദ്രൻ വരുന്ന കാണുമ്പോൾ ജലജയുടെ കിളി പോവുക. ജലജ മനസ്സിലാലോചിക്കുക, ദൈവമേ, ഇയാൾ വന്നല്ലോ, ഇയാളെ വീണ്ടും പൊക്കി പിടിച്ച് കൊണ്ടുവന്നല്ലോ, ഇതിപ്പോൾ ആ ജോഷി പറഞ്ഞതുപോലെ എല്ലാം നടക്കുമെന്നാവുന്നല്ലോ, എനിക്ക് വയ്യ എന്നൊക്കെ പറയുകയാണ്. എൻ്റെ മക്കളെ എനിക്കിനി നഷ്ടപ്പെടുവോ എന്നൊക്കെ പറയുക. അങ്ങനെ നാഗേന്ദ്രൻ അവിടെ എത്തുമ്പോഴേക്കും മുത്തശ്ശനും ആദർശും കൂടി നാഗേന്ദ്രനെ സ്വീകരിക്കുകയാണ്. അങ്ങനെ നാഗേന്ദ്രനെ സ്വീകരിച്ച് കയറ്റി ഒക്കെ ഇരുത്തുകയാണ് കേട്ടോ. അങ്ങനെ നാഗേന്ദ്രനൊരു സ്ഥാനമൊക്കെ കൊടുക്കുകയാണ്. മുത്തശ്ശൻ പോയി നാഗേന്ദ്രനോട് മാപ്പ് പറയുന്നുണ്ട് ചെയ്ത തെറ്റിനല്ല, ജലജ തെറ്റിദ്ധരിപ്പിച്ചതിനും അവളുടെ സ്വഭാവം ഇങ്ങനെ തന്നെയാണ് എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശൻ മാപ്പ് പറഞ്ഞ് നാഗേന്ദ്രനെ കെട്ടിപ്പിടിച്ച് കാകത്തേക്ക് കയറ്റുക. ഇതൊക്കെ കാണുമ്പോൾ ജലജ പേടിച്ച് വിറച്ച് നിൽക്കുക. ഇനി എപ്പോഴാണോ താൻ ഇവിടുന്ന് പുറത്താകുന്നത്, നാഗേന്ദ്രന് ഇവിടെ സ്ഥാനം പിടിച്ചു കഴിഞ്ഞാൽ തനിക്കിവിടെ സ്ഥാനം ഇല്ലാന്ന് മനസ്സിലാകുകയാണ് കേട്ടോ. അങ്ങനെ നാഗേന്ദ്രൻ്റെ അടുത്തേക്ക് വേറൊരാൾ കൂടി എത്തുകയാണ്. വേറൊരാൾ ആ സമയം എത്തുന്നത് ജോഷി എന്ന് പറഞ്ഞ ജലജയുടെ മുൻ കാമുകനാണ് കേട്ടോ. അയാൾ ഈ ഫംഗ്ഷനിലേക്ക് വരുമെന്നും ജലജ പ്രതീക്ഷിക്കുന്നില്ല. അയാൾ നാഗേന്ദ്രനും നേർക്ക് നേർ കാണുകയാണ്. അപ്പോൾ നാഗേന്ദ്രൻ ഇയാളെ അറിയാമല്ലോ, നാഗേന്ദ്രൻ്റെ പഴയ ഒരു ഫ്രണ്ടാണ്. നാഗേന്ദ്രൻ ചോദിക്കുകയാണ്, നീ എന്തിനാ ഇവിടെ വന്നത്? എൻ്റെ കുടുംബത്തെ ചതിച്ച് ഇല്ലായ്മ ചെയ്തതിൽ ഒരു പങ്ക് നിനക്കുമുണ്ട്. നീ ഇപ്പോൾ ഇവിടെ വന്നത് എന്താണെന്ന് ചോദിക്കുക. അപ്പോൾ ഈ ജോഷി പറയുന്നുണ്ട്, ചില കണക്കുകളൊക്കെ പറഞ്ഞു തീർക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ വന്നത് എന്ന് പറയാം. ജലജ പേടിച്ച് വിറച്ച് നിൽക്കുമ്പം ജലജയുടെ അടുത്തേക്ക് ഈ ജോഷി ചെന്ന് ജലജയെ ചേർത്ത് നിർത്തുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, എല്ലാവരും ഇവളെ കുറ്റപ്പെടുത്തി ഒറ്റപ്പെടുത്താൻ നോക്കുമ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ, ഇവള് എൻ്റെയാണ്. ഞങ്ങൾ രണ്ടുപേരും സ്നേഹത്തിലായിരുന്നു വിവാഹത്തിന് മുമ്പും. ജാതിയുടെയും മതത്തിൻ്റെയും പേര് പറഞ്ഞ് ഞങ്ങളെ വേർതിരിച്ചു. അങ്ങനെ ഈ നാഗേന്ദ്രനെ കൊണ്ട് ജലജയെ വിവാഹം കഴിപ്പിച്ചു. പിന്നീട് ഞങ്ങൾ ഞങ്ങളുടെ ബന്ധം തുടർന്നു. അബിക്ക് ശേഷം അവന്തിക ഉണ്ടായത് എൻ്റെ കുഞ്ഞാണ് അവന്തിക, ഇയാളുടെ അല്ല. ഒരിക്കലും ഞാൻ അവന്തികയെ ഇയാൾക്ക് വിട്ടുകൊടുക്കുകയില്ല. ജലജയുടെ വയറ്റിലുണ്ടായ അവന്തിക അതെൻ്റെ മോളാണ്.
ആ സത്യം എല്ലാവരുടെയും മുമ്പിൽ തുറന്നു പറയാൻ വേണ്ടി വന്നതാണെന്ന് പറയാണ്. അപ്പം മുത്തശ്ശൻ എന്താ പറഞ്ഞത് എന്താന്ന് ചോദിക്കുകയാണ്. ജലജയെ എന്താടി കേൾക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ജലജ ഇങ്ങനെ നിൽക്കുക. എന്നിട്ട് ജലജ പറയുന്നുണ്ട്, സത്യം വച്ചാ ഇയാൾ പറയുന്നത് സത്യമാണ്. അവന്തിക ഇയാളുടെ മോളാണ്, നാഗേന്ദ്രൻ്റെ അല്ലെന്ന് പറയുക. അപ്പോൾ നാഗേന്ദ്രനും പറയാണ്, ശരിയാണ്, ഞാൻ ഇങ്ങനെ ഒരു സത്യം അറിഞ്ഞ അത് ഇവളോട് ചോദ്യം ചെയ്തിരുന്നു. അന്ന് ചോദ്യം ചെയ്ത നാൾ മുതൽ ഇവൾ എന്നെ ഒഴിവാക്കാൻ ശ്രമിച്ചിരുന്നു. അതിൻ്റെ ഫലമായിട്ടാണ് അന്ന് ആ ദിവസം എന്നെ അവൾ തള്ളി പറഞ്ഞതും ഈ വീട്ടിൽ നിന്ന് അടിച്ച് പുറത്താക്കാൻ കൂട്ടുനിന്നതും എന്ന് പറയാം. അപ്പോൾ ഇതെല്ലാം കേൾക്കുമ്പോൾ മുത്തശ്ശനും എല്ലാവരും അന്തം വിട്ട് നിൽക്കുകയാണ്. അവന്തികയാണേലും പൊട്ടിക്കരയാണ് കേട്ടോ. അങ്ങനെ സകല സത്യങ്ങളും ജലജയുടെ കാമുകൻ വന്നിട്ട് മുത്തശ്ശൻ്റെ മുമ്പിൽ പറയുന്ന രംഗങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല അടിപൊളി രംഗങ്ങൾ. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്